നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ക്യൂബൻ ഗ്രാൻഡ് മാസ്റ്റർ ജീസസ് നോഗേറ സാന്റിയാഗോയും ക്യൂബയുടെ തന്നെ ഇന്റർനാഷണൽ മാസ്റ്റർ മൈക്കൽ ഗോൺഗറ റേയസും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ ജീസസ് വൈറ്റ് സൈഡും മൈക്കൽ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് C4 മൂവ് ചെയ്തുകൊണ്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഓപ്പണിംഗ് ആണ്. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിപ്പോൾ സിസിലിയൻ ഡിഫൻസിന്റെ റിവേഴ്സ്ഡ് വേരിയേഷൻ ആണ്. ഇവിടെ ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. പോൺ വെച്ച് പോൺ ഇട്ടുന്നു. വൈറ്റ് ക്വീൻ വെച്ച് തിരിച്ചു കിട്ടുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ D1ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ ഈ ഡയഗണിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം G6 മൂവ് ചെയ്യുന്നു. വൈറ്റ് E4 മൂവ് ചെയ്ത ശേഷം ബിഷപ്പിനെ G7 സ്ക്വയറിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റും ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റും നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ഇങ്ങനെ ഒരു പിൻ വരാൻ സാധ്യതകളുണ്ടാകും. വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല, പകരം E2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നതാണ് ബ്ലാക്കിന്റെ മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്യുന്നില്ല, പകരം നൈറ്റിനെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. നൈറ്റിനെ G4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട F2ലേക്കും H2 സ്ക്വയറിലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് ഇപ്പോൾ കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന്റെ നൈറ്റിന് ഈ രണ്ട് സ്ക്വയറിലേക്കും കൺട്രോൾ ഉള്ളത് വളരെ അപകടമാണ്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്യുന്നില്ല, ആദ്യം ഈ നൈറ്റിനോട് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F3 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. നൈറ്റ് E5ലേക്ക് മൂവ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോഴും ഇവിടെ കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യാൻ അവസരമുണ്ട്. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് കാസ്റ്റിംഗിനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ E6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് C4ലെ പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ പോണെതിരെ നൈറ്റ് വെച്ചും ബിഷപ്പ് വെച്ചും അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് B3 മൂവ് കൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നു. വൈറ്റ് ക്വീൻ വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് ക്വീനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ B2ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം ക്വീൻ സെല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇതോടെ ഓപ്പണിംഗ് മൂവുകൾ രണ്ട് സൈഡിലും വളരെ മികച്ച രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി വൈറ്റിൻ്റെ നൈറ്റിന് എങ്ങോട്ടെങ്കിലും മാറേണ്ടി വന്നാൽ ഈ ബിഷപ്പിന് സപ്പോർട്ട് ഇല്ലാതാകും. വൈറ്റ് ആദ്യം ആ പ്രശ്നം പരിഹരിക്കുകയാണ്. ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ക്വീനെ D2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് വേഗം വൈറ്റിൻ്റെ കിങ്സിലേക്ക് ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം F5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോൺ ഇട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ബിഷപ്പിനും ക്വീനും ഈ ഡയഗണിലേക്ക് നല്ലൊരു കൺട്രോൾ ഇട്ടിട്ടുണ്ട്. വൈറ്റ് വേഗം ആ ബിഷപ്പിനോട് നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ G3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ വൈറ്റിന് ഈ D4 സ്ക്വയറിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ബിഷപ്പിനെ D4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വേറെ നല്ല ഓപ്ഷനുകളൊന്നുമില്ല. അതുകൊണ്ട് വൈറ്റ് കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോഴും ബ്ലാക്കിൻ്റെ ബിഷപ്പ് അറ്റാക്കിലാണെങ്കിലും ബ്ലാക്ക് ആ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. അടുത്ത ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ക്വീനെ G7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ മൂവിന് പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തത് ഇപ്പോൾ ഈ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. രണ്ടാമത്തത് വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചുകൊട്ടിക്കൊണ്ട് ഈ G5 ഓപ്പൺ ആക്കുമ്പോൾ ഈ ക്വീൻ കൂടുതൽ സ്ട്രോങ് ആവും. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം റൂക്കിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ D1ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഈ കിങ്സിലേക്കുള്ള അറ്റാക്ക് കൂടുതൽ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് ഈ ബിഷപ്പിനെ ഇട്ടിട്ടാണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് തിരിച്ചു വിട്ടാം. അതോടെ ക്വീൻ വെച്ച് ഈ G2 സ്ക്വയറിലേക്കും ബിഷപ്പ് വെച്ച് ഈ H2 സ്ക്വയറിലേക്കും നല്ലൊരു കൺട്രോൾ കിട്ടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോഴും ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം ഈ ബിഷപ്പ് വെച്ച് ഒരു ഡിസ്കവർ അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ A1ലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ടുള്ള ഡിസ്കവർ അറ്റാക്കിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, പകരം കിങ്സിലേക്കുള്ള അറ്റാക്ക് കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ്. അടുത്തായിട്ട് H4 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട്
വൈറ്റിനെ കൊണ്ട് ഈ എക്സ്ചേഞ്ചിനായിട്ട് ഫോഴ്സ് ചെയ്യുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. വൈറ്റിനിപ്പോൾ ഈ പോണിനെ തൊടാനായിട്ട് H4 മൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ H4 മൂവ് ചെയ്യണമെങ്കിൽ ഈ നൈറ്റിന് സപ്പോർട്ട് ഇല്ലാതാകും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. നേരത്തെ പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റിനെ D5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ ഡിസ്കബിൾ അറ്റാക്ക് കൊടുക്കുന്നു. ആ ബിഷപ്പിനിപ്പോൾ നൈറ്റിൻ്റെയും ക്വീനിൻ്റെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്കിന് വേണമെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് തന്നെ പോകാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ ആദ്യം ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിന് കിട്ടുന്നു, വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം H4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും വേറെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ ഈ G5 പോണൂടെ മുന്നോട്ട് വരുന്നതോടെ ഈ പോണുകൾ വളരെയധികം സ്ട്രോങ് ആയി മാറും. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് വെച്ച് ബിഷപ്പിന് കിട്ടുന്നു, ബ്ലാക്ക് പോണ വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം H3 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതോടെ ബോർഡിൽ നിന്നും ബിഷപ്പുകൾ ഒഴിവായിട്ടുണ്ട്. അടുത്തായിട്ട് ബ്ലാക്ക് നൈറ്റിനെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവരുന്നു, വൈറ്റ് പോണ വെച്ച് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെ ഇപ്പോൾ E5 ഓപ്പൺ ആണ്. വൈറ്റ് A1ലെ റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ബ്ലാക്ക് ആ കൺട്രോൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. റൂക്കിനെ E8ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. റൂക്ക് വെച്ച് റൂക്കിന് കിട്ടുന്നു, ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇതോടെ ഓപ്പൺ ഫയൽ വീണ്ടും ബ്ലാക്കിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. അടുത്ത റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനിട്ടാണെങ്കിൽ വൈറ്റിനെ ക്വീൻ വെച്ച് തിരിച്ചുകൊട്ടിക്കൊണ്ട് ഓപ്പൺ ഫയലിലെ കൺട്രോൾ നേടിയെടുക്കുന്നതോടൊപ്പം ഈ H4ലെ പോണെതിരെ അറ്റാക്കും കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ക്വീനെ H8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെയും H4ലെ പോണിനെയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റും ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, ക്വീനെ F2ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ വൈറ്റിനെ റൂക്ക് വെച്ച് റൂക്കിനായിട്ട് എടുക്കാം. ബ്ലാക്ക് ക്വീൻ വെച്ച് തിരിച്ചു കിട്ടുമ്പോൾ ഈ H4ലെ പോണിനെ കൂടെ വെട്ടിയെടുക്കാമെന്നാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. റൂക്ക് വെച്ച് റൂക്കിനെ കിട്ടുന്നു, വൈറ്റ് ക്വീൻ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇതോടെ റൂക്കുകളും ബോർഡിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ രണ്ടുപേരും കിങ്ങിനെ കുറച്ചുകൂടെ സേഫായിട്ടുള്ള സ്കോറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ബ്ലാക്ക് ആദ്യം A5 ചെയ്തുകൊണ്ട് കിങ്ങിന് മുഴുവനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. വൈറ്റ് കിങ്ങിനെ H2ലേക്ക് മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് കിങ്ങിനെ B8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. ക്വീനെ C3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും വളരെ രസകരമായിട്ടുള്ളൊരു മൂവാണ് വരുന്നത്. ക്വീനെ D4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ച് തിരിച്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യാതെ ക്വീനെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ ക്വീനെ F2ലേക്കോ G7ലേക്കോ കൊണ്ടുവന്ന ശേഷം ഈ പോണിൻ്റെ സഹായത്തോടെ G3ലേക്ക് വന്ന് ഇങ്ങനൊരു അറ്റാക്ക് കൊടുക്കാനായിരിക്കും ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ വൈറ്റ് ഇവിടെ അങ്ങനെ ഒരു അവസരം ബ്ലാക്കിന് കൊടുക്കുന്നില്ല. ക്വീന് പോയി ക്വീൻ ഇട്ടുന്നു, ബ്ലാക്ക് നൈറ്റ് പോയി തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ ക്വീനുകളും ബോർഡിൽ നിന്നും ഒഴിവായതോടെ ശരിക്കുള്ള എൻഡ് ഗെയിം ആരംഭിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ക്വീൻ സൈഡിലും വൈറ്റിന് കിങ് സൈഡിലും ഓരോ പോണുകൾ കൂടുതലുണ്ട്. ഇതിൽ ആദ്യം പോണിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളായിരിക്കും സ്വാഭാവികമായിട്ടും ഗെയിം വിജയിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 3 കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. ഒന്നുകിൽ ആരെങ്കിലും ഒരാൾ പോണിനെ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ രണ്ടുപേരും പ്രൊമോട്ട് ചെയ്യും, അതുമല്ലെങ്കിൽ രണ്ടുപേർക്കും പ്രൊമോട്ട് ചെയ്യാൻ കഴിയാതെ ഗെയിം സമനിലയാവാനും സാധ്യതയുണ്ട്. ഗെയിമിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇനി വൈറ്റിൻ്റെ മൂവാണ്. വൈറ്റ് വേഗം തന്നെ ആ അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്തുകയാണ്. G4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ഈ പോണിനെ വെട്ടിയെടുക്കാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ N% വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ F പോൺ ഉപയോഗിച്ച് വെട്ടിയെടുക്കാം. N% ഉപയോഗിച്ച് വെട്ടിയെടുക്കുകയാണെങ്കിൽ വൈറ്റിന് കിങ് ഉപയോഗിച്ച് തിരിച്ചോട്ടിയ ശേഷം ആ കിങ്ങിൻ്റെ സപ്പോർട്ടോടെ ഈ പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോയി പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. അല്ലാതെ ഇപ്പോൾ F പോൺ ഉപയോഗിച്ച് തിരിച്ചോട്ടുകയാണെങ്കിൽ H പോൺ ഉപയോഗിച്ച് തിരിച്ചോട്ടുന്നതോടെ വൈറ്റിന് കണക്റ്റഡ് പാസ്ഡ് പോൺ കിട്ടും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല. പകരം C6 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നതിന് പകരം പോൺ ഉപയോഗിച്ച് പോൺ വെട്ടിക്കൊണ്ട് ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ നൈറ്റിനെ നേടിയെടുത്ത ശേഷം എക്സ്ട്രാ പീസുള്ളതുകൊണ്ട് ആ നൈറ്റ് വെച്ച് ആ പോണുകളെ തടയാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇവിടെ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F5ലെ പോണിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ വെട്ടിക്കൊണ്ട് വൈറ്റിനിവിടെ കണക്റ്റഡ് പാസ്ഡ് പോൺ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നില്ല. പകരം കിങ്ങിനെ C7ലേക്ക് കൊണ്ടുവരുന്നു.
ഇപ്പോൾ ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ വൈറ്റിന് കിങ് വെച്ച് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാം. നൈറ്റ് അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ നൈറ്റ് വെച്ച് ഈ പോണിനോട് എടുക്കാം. അല്ലാതെ പോൺ വെച്ച് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കിങ്ങിനെ E6 കൊണ്ടുവന്ന് നൈറ്റിനെയും പോണിനെ അറ്റാക്ക് ചെയ്യാം. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും കിങ്ങിനെ F7 കൊണ്ടുവന്ന് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുന്നില്ല. പകരം നൈറ്റിനെ G6 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ അടുത്ത പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ പോൺ വെച്ച് പോണിട്ടാനോ അല്ലെങ്കിൽ നൈറ്റിനെ E2 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ പോണിനെ തിരിച്ച് ടാർഗറ്റ് ചെയ്യാനോ അവസരമുണ്ട്. എന്നാൽ ബ്ലാക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണ്. ഇപ്പോൾ ഈ കിങ് സൈഡിലെ പോണുകളെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം B5 കൊണ്ട് വൈറ്റിൻ്റെ പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടിരിക്കുകയാണെങ്കിൽ നൈറ്റ് വെച്ച് തിരിച്ചെട്ടിക്കൊണ്ട് ഇവിടെ ഒരു കണക്റ്റഡ് പാസ്ഡ് പോൺ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ വൈറ്റും ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുന്നില്ല. പകരം നൈറ്റ് വെച്ച് H4 പോണിട്ടതുകൊണ്ട് F5 പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഇവിടെ ഇപ്പോഴും ബ്ലാക്കിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ പോൺ വെച്ച് ഈ G4 പോണിട്ടെടുക്കാം, അല്ലെങ്കിൽ പോൺ വെച്ച് C4 പോണിട്ടെടുക്കാം. എന്നാൽ ബ്ലാക്ക് ഇവിടെയും ഈ രണ്ട് ഓപ്ഷനും സെലക്ട് ചെയ്യുന്നില്ല. വീണ്ടും ഒരു ഷോക്കിംഗ് മൂവാണ് ചെയ്യുന്നത്. A4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് ബി പോൺ ഉപയോഗിച്ച് A4 പോണിട്ടിരിക്കുകയാണെങ്കിൽ പോൺ ഉപയോഗിച്ച് C4 പോണിട്ടതുകൊണ്ട് ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാം. അല്ലാതെ ഈ B5 പോണിട്ടിരിക്കുകയാണെങ്കിൽ എ പോൺ ഉപയോഗിച്ച് B3 പോണിട്ടതുകൊണ്ട് A2 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോൺ വിജയനെ തിരിച്ചുവിട്ടേണ്ടി വരും. ഇതോടെ ഒരേ സമയം വൈറ്റിൻ്റെ 3 പോണുകൾ അറ്റാക്കിലാകും. ആ സമയത്ത് ആദ്യം ഈ G4 പോണിട്ടെടുക്കാം. ആ എക്സ്ചേഞ്ചിന് ശേഷം B5 പോണിട്ടെടുക്കാം. ഇപ്പോഴും ഈ പോൺ അറ്റാക്കിലാണ്. ഇവിടെ ഇപ്പോൾ B4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും നൈറ്റ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ പോണിനെ കൂടെ നേടിയെടുക്കാനും ഈ പോണുകളെ മുന്നോട്ട് കൊണ്ടുപോകാനും അവസരം കിട്ടും. ബ്ലാക്കിൻ്റെ കിങ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിൽ ഏത് പോൺ മുന്നോട്ട് വന്നാലും കിങ് ഉപയോഗിച്ച് തടയാൻ കഴിയും. അല്ലാതെ രണ്ട് പോണുകളെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനുമ്പാട്ട് തന്നെ ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാനും കഴിയും. ഇങ്ങനെയെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാകും ബ്ലാക്ക് ഇപ്പോൾ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. നമുക്കിൻ്റെ ഗെയിമിലേക്ക് വരാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഈ രണ്ട് പോണുകളെയും വെട്ടിയെടുക്കുന്നില്ല. നൈറ്റ് ഉപയോഗിച്ച് F5 പോണിട്ടെടുത്തുകൊണ്ട് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇതോടെ വൈറ്റിന് 3 പാസ്ഡ് പോൺ കിട്ടിയിട്ടുണ്ട്. പോരാത്തതിന് ബ്ലാക്കിന് 2 പോണുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോഴും ഇങ്ങനൊരു നൈറ്റ് എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ഇവിടെ വീണ്ടും ഒരു ഷോക്കിംഗ് മൂവാണ് ചെയ്യുന്നത്. നൈറ്റ് ഉപയോഗിച്ച് B3 പോണിട്ടെടുത്തുകൊണ്ട് നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് പോണിട്ട് കഴിയുമ്പോൾ പിന്നീട് വൈറ്റിന് ആ പോണിനെ തടയാൻ കഴിയില്ല. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം പോൺ ഉപയോഗിച്ച് B5 പോണിനെ ഇട്ടെടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് ഇപ്പോഴും ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പോൺ ഉപയോഗിച്ച് B5 പോണിനെ ഇട്ടെടുക്കുന്നു. ഇത് ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച വലിയൊരു മിസ്റ്റേക്കാണ്. ഇവിടെയുള്ള പോൺ ഇങ്ങോട്ടേക്ക് മാറിയതോടെ വൈറ്റിന് വേണ്ടി വേണമെങ്കിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലും ബ്ലാക്കിന് ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വൈറ്റിന് നൈറ്റിനെ D4 കൊണ്ടുവന്ന് പോണിനെതിരെ അറ്റാക്ക് കൊടുക്കാം. അപ്പോൾ ആ പോണിനെ മുന്നോട്ടുണ്ടായാലും അടുത്ത പോണിനോട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. കിങ് എങ്ങോട്ട് തന്നെ മാറിയാലും നൈറ്റിനെ C3 കൊണ്ടുവന്ന് ഈ പോണിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതിനായിട്ട് കിങ് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ഈ പോണിനെ നേടിയെടുക്കാം. അല്ലാതെ A5 കൊണ്ടുവരികയാണെങ്കിൽ വൈറ്റിന് ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാം. കിങ് അടുത്തേക്ക് വന്നാലും നൈറ്റിനെ B1 കൊണ്ടുവരാം. പിന്നീട് ഇങ്ങോട്ട് കിങ് എത്തുന്ന സമയം കൊണ്ട് ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. നമുക്ക് വീണ്ടും ഗെയിമിലേക്ക് വരാം. ഇപ്പോൾ ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് പോണിട്ടതോടെ വൈറ്റിന് ഇങ്ങനൊരു അവസരം ഉണ്ടായിരുന്നു. എന്നാൽ വൈറ്റ് ആ അവസരം മിസ് ചെയ്യുകയാണ്. ഇപ്പോൾ പോൺ ഉപയോഗിച്ച് നൈറ്റിനോട്ട് എടുക്കുന്നില്ല. പകരം G5 ചെയ്തുകൊണ്ട് പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതോടെ ബ്ലാക്കിന് നൈറ്റിനെ അറ്റാക്കിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. നൈറ്റിനെ C5 മൂവ് ചെയ്യുന്നു. വൈറ്റ് പോണിനെ G6 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ആ പോണിനെ തടയുന്നതിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ E4 മൂവ് ചെയ്യുന്നു. വൈറ്റ് G7 മൂവ് ചെയ്ത ശേഷം നൈറ്റിനെ F6 കൊണ്ടുവന്ന് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിനെ ഈ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാം. അതുകൊണ്ട് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ E7 കൊണ്ടുവരുന്നു. ഇപ്പോൾ ആ നൈറ്റിനെ G8 കൺട്രോൾ ഉണ്ടെങ്കിലും
D8 സ്ക്വയർ കൺട്രോൾ ചെയ്യുക എന്നതല്ല ആ നൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം അടുത്ത മൂവിൽ നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ബ്ലാക്കിന് നൈറ്റ് പോയി തിരിച്ചുവിട്ടേണ്ടി വരും. ആ സമയത്ത് പോണിനെ പ്രൊമോട്ട് ചെയ്യുക. അത് മനസ്സിലായതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ അവിടെ നിന്ന് മാറ്റാണ്. കിങ്ങിനെ D7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ നൈറ്റിന് G8 സ്ക്വയറിലേക്ക് കൺട്രോൾ ഉണ്ടെങ്കിലും വൈറ്റ് ഇപ്പോൾ പോണിനെ പ്രൊമോട്ട് ചെയ്യുന്നതും നല്ല മൂവല്ല. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിനെ നൈറ്റ് വെച്ച് കിങ്ങിനോട് എടുക്കാം. അപ്പോൾ എന്തായാലും തിരിച്ചു വിട്ടേണ്ടി വരും. ആ സമയത്ത് ബ്ലാക്കിന് കിങ്ങിനെ E6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റ് തിരിച്ച് ഗെയിമിലേക്ക് വരുന്നത് തടയാൻ കഴിയും. അതിനുശേഷം ഈ പോണുകളെ മുന്നോട്ട് കൊണ്ടുപോയി ഇതിലേതെങ്കിലും ഒരു പോണിനെ പ്രൊമോട്ട് ചെയ്യാനും കഴിയും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം നേരത്തെ പ്ലാൻ ചെയ്ത ട്രിക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താൽ വൈറ്റിന് അപ്പോൾ തന്നെ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. അല്ലാതെ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും വൈറ്റിനിപ്പോൾ നൈറ്റ് പോയി നൈറ്റിനോട്ട് എടുക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. നൈറ്റിനെ G8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് അടുത്ത പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. പോണിനെ F5ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ E8ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്കിൻ്റെ കിങ് E8ലേക്ക് വന്നതോടെ വൈറ്റിനിവിടെ ഒരു ഫോർക്കും ചെക്കിനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. വൈറ്റ് നൈറ്റിനെ C7ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ F7ലേക്ക് മൂവ് ചെയ്ത ശേഷം B5ലെ പോണിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ G7ലെ പോൺ അറ്റാക്കിലാണെങ്കിലും ബ്ലാക്കിൻ്റെ D6ലെ പോണും നൈറ്റ് വെച്ച് അറ്റാക്കിലാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ കിങ് വെച്ച് പോണിനെ എടുക്കുന്നില്ല. പകരം ഈ അറ്റാക്കിലുള്ള പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോയാണ്. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ G3ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് കിങ് വെച്ച് G7ലെ പോണിനെ എടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ F4ലേക്ക് കൊണ്ടുവന്ന് F5ലെ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് കിങ്ങിനെ F6ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് അടുത്ത പാസ്ഡ് പോണിനെ H4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ F5ലെ പോണിനെതിരെ കിങ് വെച്ച് അറ്റാക്ക് ഉണ്ട്. ബ്ലാക്ക് നൈറ്റിനെ E7ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ D4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഈ പാസ്ഡ് പോണിനെ തടയുന്നതിനായിട്ട് ബ്ലാക്ക് വീണ്ടും നൈറ്റിനെ തിരിച്ചുകൊണ്ടുപോവാണ്. നൈറ്റിനെ G8ലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. വൈറ്റ് നൈറ്റിനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് വീണ്ടും നൈറ്റിനെ E7ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് വീണ്ടും നൈറ്റിനെ G3ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് A3 മൂവ് ചെയ്യുന്നു. വൈറ്റ് H5 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ G8ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിനിവിടെ രണ്ട് പാസ്ഡ് പോൺ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങും നൈറ്റും ഇവിടെ ലോക്കായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് അടുത്തായിട്ട് ഈ ബ്ലാക്കിൻ്റെ പാസ്ഡ് പോണെ ടാർഗറ്റ് ചെയ്യാണ്. ആദ്യം നൈറ്റിനെ F1ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ളത് നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഈ F5ലെ പോണിടുന്ന ഒരു സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഈ പാസ്ഡ് പോണിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ പോണിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ H6ലേക്ക് കൊണ്ടുവന്ന് F5ലെ പോണിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ആ പോണിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ബ്ലാക്കിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യാണ്. അതിനായിട്ട് നൈറ്റിനെ E3ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ പോൺ സപ്പോർട്ടായിട്ടുണ്ട്. അതുപോലെ ബ്ലാക്കിനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട്. ബ്ലാക്ക് D4 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വൈറ്റ് നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ F7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണ്. കിങ്ങിനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ രണ്ട് പോണുകളെയും സംരക്ഷിക്കുന്നതോടൊപ്പം ബ്ലാക്കിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഈ നൈറ്റിന് വേറെ എങ്ങോട്ടെങ്കിലും മാറാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ നൈറ്റ് G8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ എന്തായാലും നൈറ്റ് വെച്ചിട്ടാണെങ്കിൽ നൈറ്റ് നഷ്ടപ്പെടും. അല്ലാതെ ഈ പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും പോൺ വെച്ച് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാം. ഈ പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാലോ ഒരു ചെക്കോട് കൂടി ആ നൈറ്റിനോട്ട് എടുക്കാനും കഴിയും. കിങ് വെച്ച് തിരിച്ചോട്ടിയാലും ഈ നൈറ്റ് വെച്ച് ഈ പോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. ഇനി ഈ പാസ്ഡ് പോണും എക്സ്ട്രാ പീസ് ഉള്ളതുകൊണ്ട് വൈറ്റിന് ഈ ഗെയിം വിജയിക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ ബ്ലാക്ക് നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം കിങ്ങിനെ G7ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് പോൺ വെച്ച് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങിനെ H7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി എന്തായാലും വൈറ്റിന് മുന്നോട്ട് പോകാൻ യാതൊരു വഴിയുമില്ല. എന്നാൽ ഇവിടെ ബ്ലാക്കിൻ്റെ പാസ്ഡ് പോൺ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് വൈറ്റ് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കിങ്ങിനെ F4ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് നൈറ്റിനെ F7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് കിങ്ങിന് ഗെയിമിലേക്ക് വരാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. ഈ സമയത്ത് വൈറ്റ് കിങ് വെച്ച് പോണിനെ അറ്റാക്ക് ചെയ്യുന്നു.
ബ്ലാക്കും കിങ് ഉപയോഗിച്ച് വൈറ്റിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് കിങ് ഉപയോഗിച്ച് പോൺ കിട്ടുന്നു. ബ്ലാക്കും കിങ് ഉപയോഗിച്ച് H5 പോൺ എടുക്കുന്നു. ഇനി ഈ ഗെയിം നിയന്ത്രിക്കുന്നത് വൈറ്റിൻ്റെ ഈ പാസ്ഡ് പോണാണ്. വൈറ്റ് ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ B6 കൊണ്ടുവരുന്നു. ബ്ലാക്ക് കിങ്ങിനെ G6 കൊണ്ടുവന്ന് ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ D7 കൊണ്ടുവന്ന് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ പോൺ മുന്നോട്ട് പോകാതെ തടയുന്നത് ബ്ലാക്കിൻ്റെ ഈ നൈറ്റാണ്. എന്നാൽ ബ്ലാക്കിനിപ്പോൾ നൈറ്റിനെ അങ്ങനെ ഒരു ഡെഡ് പീസായിട്ട് വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് നൈറ്റിനോട് മാറ്റാണ്. നൈറ്റിനെ H6 മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ D5 മൂവ് ചെയ്ത ശേഷം കിങ് ഉപയോഗിച്ച് പോണിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് കിങ്ങിനെ E5 കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ G4 കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങിനെ F5 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ E3 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ആ പോണിനുള്ള സപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ കിങ്ങിനെ G5 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C4 മൂവ് ചെയ്ത ശേഷം വൈറ്റ് കിങ്ങിനെ F5 തന്നെ തിരിച്ചുകൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് വീണ്ടും നൈറ്റിനെ E3 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ F4 കൊണ്ടുവന്ന് ആ നൈറ്റിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D5 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G5 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ഈ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ബ്ലാക്കിന് ഈ പാസ്ഡ് പോണിനെ വെട്ടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ E6 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ C5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ പാസ്ഡ് പോൺ മുന്നോട്ട് പോകും. അതുകൊണ്ട് ആ പോണിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങിനെ F7 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ E4 തന്നെ കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് ഭാഗത്തുനിന്നും കൃത്യമായ മൂവുകൾ വരുന്നതുകൊണ്ട് ഗെയിം ഒരു സമനിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബ്ലാക്ക് മറ്റൊരു ആശയമായിട്ട് വരെയാണ്. കിങ്ങിനെ E6 മൂവ് ചെയ്തുകൊണ്ട് പാസ്ഡ് പോണിനുണ്ടായിരുന്ന ബ്ലോക്ക് മാറ്റി കൊടുക്കുന്നു. ഇപ്പോൾ എന്തായാലും ആ പോണിന് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് ആദ്യം കിങ്ങിനെ G6 മൂവ് ചെയ്തുകൊണ്ട് F7 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇനി എന്തായാലും ബ്ലാക്കിന് കിങ്ങിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ബ്ലാക്ക് ആ കിങ്ങിനോട് ഒഴിവാക്കുന്നതിനായിട്ട് വീണ്ടും ചെക്ക് കൊടുക്കുകയാണ്. നൈറ്റിനെ F4 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ വൈറ്റ് കിങ്ങിനെ G7 മൂവ് ചെയ്യുകയാണെങ്കിൽ നൈറ്റിനെ H5 കൊണ്ടുവന്ന് ഇങ്ങനെ വീണ്ടും ഫോർക്കും ചെക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ കിങ്ങിനെ G7 മൂവ് ചെയ്യുന്നില്ല, പകരം H6 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് വീണ്ടും നൈറ്റിനെ D5 കൊണ്ടുവന്ന് പാസ്ഡ് പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് വീണ്ടും കിങ്ങിനെ G5 കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഗെയിമിൽ ഇതേ പൊസിഷൻ 2 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടെ വരികയാണെങ്കിൽ സമനില അവകാശപ്പെടാൻ കഴിയും. ഇവിടെ വളരെയധികം കാൽക്കുലേഷന് ശേഷം ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഷോക്കിംഗ് മൂവ് വരികയാണ്. നൈറ്റ് ഉപയോഗിച്ച് F6 പോൺ എടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന് ഏറ്റവും തലവേദന സൃഷ്ടിച്ചിരുന്ന പാസ്ഡ് പോൺ ഇല്ലാതിരിക്കുകയാണ്. വൈറ്റ് എന്തായാലും ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇനി ബ്ലാക്ക് ഇവിടെ എന്താണ് പ്ലാൻ ചെയ്തതെന്ന് നോക്കാം. ബ്ലാക്ക് ആദ്യം തന്നെ വൈറ്റിൻ്റെ നൈറ്റ് ഗെയിമിലേക്ക് വരുന്നത് തടയാണ്. ആദ്യം തന്നെ E5 ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട ഈ 2 സ്ക്വയറുകളും കൺട്രോൾ ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റിനെ D7 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ D4 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും വൈറ്റിന് നൈറ്റിനെ വേഗത്തിൽ ഗെയിമിലേക്ക് കൊണ്ടുവന്ന് ഈ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കിങ്ങിനെ കൊണ്ടുവരികയാണ്. കിങ്ങിനെ F4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ C3 മൂവ് ചെയ്യുന്നു. വൈറ്റ് വീണ്ടും കിങ്ങിനെ E3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ B3 മൂവ് ചെയ്തുകൊണ്ട് A2 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് യാതൊരു വഴിയില്ല. എന്നാലും കിങ്ങിനെ D2 കൊണ്ടുവരുന്നു. ബ്ലാക്ക് കിങ് ഉപയോഗിച്ച് A2 പോണിനെ വെട്ടിയെടുക്കുന്നു. ഇതോടെ ബ്ലാക്കിന് ഒരു പാസ്ഡ് പോണും വൈറ്റിന് ഒരു നൈറ്റ് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. വൈറ്റ് ഇപ്പോഴും നൈറ്റിനെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നില്ല. ആദ്യം C2 മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന് മൂവ് ചെയ്യാനുള്ള എല്ലാ സ്ക്വയറുകളും ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇതോടെ ബ്ലാക്കിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള എല്ലാ സ്ക്വയറുകളും ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ A1 മാത്രമേ മാറാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ A1 മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് നൈറ്റിനെ C5 കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ കിങ്ങിനെ A2 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ പോണിനെ മൂവ് ചെയ്യിക്കാം. കിങ്ങിനെ A2 മൂവ് ചെയ്യുന്നു. ഇവിടെ വളരെ വ്യക്തമായ കാൽക്കുലേഷനോടുകൂടിയാണ് വൈറ്റ് അടുത്ത മൂവ് ചെയ്യുന്നത്. വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ B3 കൊണ്ടുവരികയാണെങ്കിൽ പിന്നീട് കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അതോടെ ഗെയിം സമനിലയാകും. അതുകൊണ്ട് ഇപ്പോൾ നൈറ്റിനെ B3 കൊണ്ടുവരുന്നില്ല,
പകരം D3 കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോഴും കിങ്ങിന് മൂവ് ചെയ്യാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. കിങ്ങിന് A1 മൂവ് ചെയ്യേണ്ടി വരുന്നു. ആ സമയത്ത് നൈറ്റിനെ C1 മൂവ് ചെയ്തുകൊണ്ട് E2 സ്ക്വയർ കൂടെ കൺട്രോൾ ചെയ്യുന്നു. ഇനി എന്തായാലും കിങ്ങിനിപ്പോൾ മൂവ് ചെയ്യാൻ യാതൊരു സ്ക്വയറും ഇല്ല. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, പോണിനെ മൂവ് ചെയ്യിക്കേണ്ടി വരുന്നു. ഈ സമയത്ത് നൈറ്റിനെ B3 കൊണ്ടൊന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക് മേറ്റ് ചെയ്യുന്നു. നൈറ്റിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് മനസ്സിലാക്കി തരുന്ന വളരെ നല്ലൊരു ഗെയിമായിരുന്നു. 85 മൂവുകളുള്ള ഗെയിം ആയതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. നമ്മൾ പരമാവധി വേഗത്തിലാണ് പോയത്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.